ഗുഡ് മോർണിംഗ്, വെൽക്കം ടു TFT. അപ്പം നമ്മൾ ശരിക്കും ജഡികരാണോ ആത്മീയരാണോ? ഞാൻ വീണ്ടും പറയുന്നത്, ജഡികരെന്ന് പറയുന്നത് 3 ടൈപ്പ് ആൾക്കാരാണ്. ഒന്ന് കാർണൽ എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള മിയർമാൻ, രക്ഷിക്കപ്പെടാത്ത. 2 സോളിഷ് എന്നാൽ രക്ഷിക്കപ്പെട്ടു, പക്ഷെ ജഡത്തിൽ എന്ന് പറഞ്ഞാൽ പാപങ്ങളൊക്കെ വിട്ടുകളഞ്ഞു, പക്ഷെ ഇപ്പോഴും കർത്താവിനെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും സ്വന്തം ശക്തിയിലും ബുദ്ധിയിലും ഐഡിയയിലും. അത് കർത്താവിന് പ്രസാദമല്ല. അത് വചന വ്യക്തമായിട്ട് പറഞ്ഞു, ജഡ കൊണ്ട് കർത്താവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല, പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. അത് മോശം ജഡത്തെ കുറിച്ച് ചൊല്ലി പറഞ്ഞു. നമുക്ക് ഈ ജഡമെന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഈ പാപവും പാപി എന്നുള്ള ചിന്തയാണ്. മൂന്നാമത്തത് സ്പിരിച്വൽ. അപ്പോൾ കാർണൽ, സോളിഷ്, സ്പിരിച്വൽ. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ വരുന്നത്? ഞാൻ മനസ്സിലാക്കിയത്തോളം മെജോറിറ്റി ആൾക്കാർ ആ രണ്ടാമത്തെ ലെവൽ കാരണമല്ല, ഉറപ്പാണ്. കാരണം യേശുവിനെ സ്വീകരിച്ച് വീട്ടിൽ തന്നെ നടന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, കൂട്ടായ്മയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോഴും സോളിൽ ഞാൻ വർഷങ്ങളോളം 10-25 വർഷം ഞാൻ സോളിച്ചു. ഇപ്പോഴും അങ്ങേറ്റം ആയെന്നല്ല കേട്ടോ. പക്ഷെ തിരിച്ചറിഞ്ഞെന്നീ പറയും, പരിശുദ്ധാത്മാവിനെ ഇടപെടേണ്ടി വന്നില്ല. അതുവരെ ഞാൻ ഓർത്തിരുന്നത് ഞാൻ കുഴപ്പമില്ലാത്തൊരു ആത്മീയനാണോ. പക്ഷെ ആ തിരിച്ചറിവ് തന്നതിനായിട്ട് ഞാൻ കർത്താവ് നന്ദി പറയും. കാരണം കർത്താവ് ഡിസിപ്ലിൻ എന്നെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എന്നെ പലപ്പോഴും ഡിസിപ്ലിൻ ചെയ്തു. എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ ഡിസിപ്ലിൻ ചെയ്തു. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത്. അതുകൊണ്ടാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായതും എങ്ങനെയാണ് സ്പിരിച്വൽ ആകേണ്ടതെന്നുള്ളൊരു അന്വേഷണം തുടങ്ങിയതും. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സോളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യിച്ച് അവസാനം കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ നീ കൊണ്ടുവന്നതിനകത്ത് സംഭവിച്ചിട്ട് 100 കോടി കൊണ്ടുവന്നു, പക്ഷെ 5 ലക്ഷം മാത്രമേ ഉള്ളൂ, നല്ലതെന്ന് കേൾക്കേണ്ടി വന്നേ. പിന്നെ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ പോയിട്ട് വരാമെന്ന് പറയാൻ പറ്റുമോ? വേണ്ട, നീ അങ്ങോട്ടും പോട്ടെ, ഇനി ഇവിടെ ഉള്ളതൊക്കെ കൂട്ടിയങ്ങ് അല്ലെങ്കിൽ അതങ്ങ് കൂടിക്കോളാൻ പറയും. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ഈ കാര്യങ്ങൾ. നമ്മൾ സോളിഷ് ആണോ സ്പിരിച്വൽ ആണോ, നമുക്കൊരു തൃപ്തിയായി കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തിലൊരു തൃപ്തി. കുറച്ച് നേരം ബൈബിൾ വായിച്ചു, അല്ലെങ്കിൽ 2 പാട്ട് പാടി, കുടുംബ പ്രാർത്ഥന നടത്തി, അത്യാവശ്യം കള്ളുകുടിക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്നില്ല, പാവങ്ങളെയൊക്കെ സഹായിക്കുന്നുണ്ട്, പള്ളി കൊടുക്കുന്നുണ്ട്, പിന്നെ 1-2 മീറ്റിങ്സൊക്കെ കൂടുന്നുണ്ട്, ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ കൂടുന്നുണ്ട്, കൂട്ടായ്മയുണ്ട്, കുറേ വചനമൊക്കെ കാണാതെ അറിയാം, ബൈബിളൊക്കെ വായിക്കാറുണ്ട്, അത്യാവശ്യം സുവിശേഷം പറയാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം നടന്നാൽ മതി എന്നുള്ള ഒരു ബോധ്യമോ തിരിച്ചറിവോ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോഴും പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്നു. നമുക്കൊരു കുഴപ്പവും വരില്ല, ഒന്നാമത്തെ കാര്യം. 2, നമ്മുടെ കുടുംബത്തിനൊരു കുഴപ്പവും വരില്ല. അങ്ങനെ ഭൗതികമായിട്ടുള്ള നന്മകൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സെക്യൂർ ആയിരിക്കണം, സേഫ് ആയിരിക്കണം, സൗണ്ട് ആയിരിക്കണം. അതിനപ്പുറത്തോട്ട് എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്നോ ഒരു ദൈവ പൈതലായിട്ട് ഞാൻ പറയില്ല. നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം യേശു ക്രിസ്തുവിനോട് നമ്മളെ അനുരൂപരാക്കുക. ജഡത്തിൽ നമുക്ക് ഒരിക്കലും അത് പറ്റത്തില്ല കേട്ടോ. ജഡത്തിൽ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിനെ തന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് പറ്റാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ദൈവഹിതപ്രകാരം ജീവിക്കാൻ നമ്മളെ സഹായിക്കും. ദൈവഹിതത്തിലേക്ക് അല്ലെ സ്റ്റാൻഡേർഡിലേക്ക് വരാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നു. എത്ര പേർക്ക് തിരിച്ചറിവുണ്ട്? ഞാനൊരു വചനം വായിക്കാം. എങ്ങനെ സോളിഷ് ആണോ സ്പിരിച്വൽ ആണോ നമ്മൾ തിരിച്ചറിയുന്നെന്നുള്ള ഒരു വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 4:12. ഞാൻ എൻ്റെ NKJV ട്രാൻസ്ലേഷനാണ് വായിക്കുന്നത്. NKJV വേർഷൻ ട്രാൻസ്ലേഷൻ. For the word of God is living and powerful and sharper than any two-edged sword. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്, അല്ലെങ്കിൽ ശക്തമാണ്. എന്നിട്ട് പറയുന്നത് 2 മൂർച്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുണ്ട്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ പ്രസംഗിക്ക് പറഞ്ഞത് 2 മൂർച്ചയുള്ള വാളെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കുത്തും തിരിച്ചെനിക്കും കുത്തും, അങ്ങനെ ഒരു വാളില്ല. ഒന്നാമത്തെ കാര്യം, ഈ ആത്മീയ ലോകത്തിൽ ഒത്തിരി വേണ്ടാത്ത ഈ എന്താ പറയുക കേട്ട് പഴകിയ കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഞാൻ കുറേയൊക്കെ സംസാരിച്ചിട്ടുള്ള. നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഡിസൈൻ ചെയ്യണം. എന്ത് ഇരുതല ഊർജ്ജമുള്ള വാളെന്ന് പറഞ്ഞാൽ എവിടെ അത് കത്തി ഉണ്ടായിരുന്നു പണ്ട്, ഇങ്ങനെ നടുക്ക് പിടിയോട്ട് രണ്ട് സൈഡിലോട്ടും ഊർജ്ജം. അത് വാളല്ല, അത് കത്തി. പണ്ട് പഴയ പിക്ചേഴ്സ് നോക്കുമ്പോൾ കാണാം രാജാക്കന്മാരിലൊക്കെ ഇരിക്കുന്നതാണ്. അല്ലാത്തൊരു വാളെങ്ങനെ, വാളെന്ന് പറയുന്നത് നല്ല ലെങ്ത്തുള്ള ഒന്നാമത്തെ, അതിന് നടുക്ക് പിടി വെച്ച് ഇതെങ്ങനെ ഉപയോഗിക്കുന്നേ പറയും. അങ്ങോട്ട് കുത്തുമ്പോൾ ഇങ്ങോട്ട് കുത്തുക, അങ്ങനത്തെ ഒരു വാളുണ്ടാവും. അപ്പോൾ നമ്മൾ കർത്താവ് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് കേട്ടോ, ഡിസൈൻമെൻ്റ് ഉണ്ട്. നമ്മൾ അതുകൂടെ ചിന്തിക്കണം. ഇരുതെല്ലാം മുറിച്ചുള്ള വാളെന്ന് പറയുന്നത് രണ്ട് സൈഡും ഷാർപ്പായിട്ടുള്ള ഒരു ടൈപ്പ് വാളുണ്ട്. നമ്മൾ പല പിക്ചേഴ്സ് നോക്കി കഴിയാൽ സാധാരണ വാളൊക്കെ ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത്. ഇതങ്ങനെയല്ല, മുകളിൽ നിന്ന് ഇങ്ങനെ വീതി കൊണ്ടിട്ട് താഴോട്ട് കുറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ ഈ സൈഡ് ഷാർപ്പാണ്, ഈ സൈഡ് ഷാർപ്പാണ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റേ വാളിൻ്റെ ഒരു സൈഡിലുള്ള ഷാർപ്പ്നെസ്, അത് വെട്ടാനാണ്. ഇതെന്നു വെച്ചാൽ ഇങ്ങനെ കുത്തിയൊക്കെ കയറും. രണ്ട് സൈഡ് ഷാർപ്പായതുകൊണ്ട് ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ കുത്തി കയറി അങ്ങ് പോകും. അതാണ് ഇരുതല മുറിച്ചുള്ള വാൾ. ഓക്കെ. For the word of God is living and powerful and sharper than any two-edged sword, piercing even to the division of soul and spirit. ശ്രദ്ധിച്ചോണം. Piercing even to the soul and spirit. രണ്ട് വാക്കോടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. സോളിഷാണ്, സ്പിരിച്വലാണ്. അപ്പം എങ്ങനെ അത് തിരിച്ചറിയുന്നത് ചോദിച്ചു. അതിനുള്ള ഉത്തരമാണ് ദൈവവചനം ഇരുതല മുറിച്ചുള്ള വാള് പോലെയാണ്. അത് അകത്തോട്ട് ചെന്ന് അതിനെ അലോ ചെയ്താൽ, നമ്മളത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ അലോ ചെയ്താൽ അത് അകത്തോട്ട് ചെന്നിട്ട് നമ്മൾ സോളിഷാണോ സ്പിരിച്വലാണോ എന്ന് അത് വേർതിരിച്ച് കാണിക്കും. കാരണം അത് ഡിവൈഡ് ചെയ്യും. ബാക്കി അടുത്ത എപ്പിസോഡിൽ കഥാ